ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നല്ല കപ്പയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിന്നാനായിട്ട് കുറച്ച് തുരപ്പനെലികൾ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേശ്ശെ നശിപ്പിച്ച് തുടങ്ങിയപ്പോൾ ഒരു കെണി വെച്ചു. അങ്ങനെ കെണി വെച്ച് തുരപ്പന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുരപ്പന കൊല്ലാനായിട്ട് വെറുതെ വെയിൽ കാണിച്ചാൽ മതി. അപ്പോൾ ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ, നല്ല വെയിൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാവും. കാരണം ഈ മാളങ്ങളുടെ ഉള്ളിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വെയിൽ അലർജിയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തുരപ്പൻ ഇതുവരെ ചത്തിട്ടില്ല. അപ്പോൾ തുരപ്പനെ കൊല്ലാൻ വേണ്ടി അപ്പം പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് അത് കാണാം. അപ്പോൾ നമ്മളുടെ തുരപ്പൻ നല്ല പേടിയിലാണ്. അപ്പോൾ എങ്ങനെ കൊല്ലണം എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പൻ. അപ്പോൾ അത് കഴിയുന്നവരെ നമുക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലെ കാനപണിയിൽ ഒരു ചെറിയൊരു എന്താ പറയുക, ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്, ഈ കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, മരങ്ങളും കാര്യങ്ങളുടെയും ഇടയിലാണ് വീട്. അപ്പോൾ ഒരു പ്രകൃതി സ്നേഹിയാണ് അപ്പൻ എന്നുള്ള കാര്യം മനസ്സിലാവും. വീട് കാണാത്ത പോലെയാണ് മരങ്ങൾ പുറത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഇത് മുന്നിൽ തന്നെ വെച്ച ഒരു പപ്പക്കായ ഒടിഞ്ഞു വീണതാണ്. കാരണം തൂക്കം കൂടി കഴിഞ്ഞപ്പോൾ ഇത് ഒടിഞ്ഞു വീണു. അപ്പോൾ ഇന്ന് എന്തായാലും ഇനി 2-3 ദിവസത്തേക്ക് പപ്പായ കറി ആയിരിക്കും, അല്ലെങ്കിൽ പപ്പായ തോരൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. പിന്നെ ലൂബിക്ക വീണ് തുടങ്ങി. അപ്പോൾ ലൂബിക്ക കുറേ താഴെ വീണ് കിടക്കുന്നുണ്ട്. ആരും പറക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഇതും കൂടി കുഴപ്പമില്ല. ആ പോട്ടെ പോട്ടെ, എന്ത് തീയോട്ടാ മതി. ആ നമ്മളുടെ മൊബൈലോടെ അവിടെ താഴെ വെക്കേ, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചവറിട്. ഇത് പിടിക്കും. ഇത് ഉണങ്ങിയ സാധനമല്ല, ഇത് നനഞ്ഞതാണ്. പേപ്പൊന്നും വേണ്ട, ഇത് വെക്കും. അവിടേക്ക് രണ്ട് ദിവസമായിട്ട് മഴയും കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ ഉണങ്ങിയതായിരുന്നു. അതുകൊണ്ട് കത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇലകൾ, പുതിയത് ഉണങ്ങിയ ഇലകൾ കൊണ്ടുവന്ന് കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പനും അതേ യൂട്യൂബറാണ്. അപ്പോൾ അപ്പൻ ഇടയ്ക്കുന്ന് യൂട്യൂബ് നമ്മളുടെ ഫോണിലെടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ കിടന്ന്. അപ്പോൾ ഏകദേശം നമ്മൾ കത്തി റെഡിയായി. അത് ചാടിപ്പോവാ. ഇനി ഇൻസ്റ്റാഗ്രാമിക്ക് പിടിക്കേ, ഇൻസ്റ്റാഗ്രാമിക്ക് പിടിക്കേ, ഇൻസ്റ്റാഗ്രാമിക്ക് പിടിക്കാൻ ഇങ്ങനെ നീങ്ങക്ക് എലിനാട്ടോ. ഓക്കെ, കഴിഞ്ഞു പണി മതിയല്ലേ? അത് ചത്തുണ്ടാവില്ല, അങ്ങനെ ചത്തുണ്ടാവില്ല. പണ്ട് കാലങ്ങളിൽ ഈ തുരപ്പനെയൊക്കെ ചുട്ട് കഴിക്കുകയായിരുന്നു. ഇപ്പം ആരും കഴിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ തുരപ്പനെ കുഴിച്ചിട്ട്
നേരെ വൈഫിനെ കൊണ്ടാക്കാൻ പോയിട്ട് നേരെ മൂലൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ക്ലോക്കിൽ ബാറ്ററി തീർന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ബാറ്ററി മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പൻ്റെ കടയിൽ ബാറ്ററി ഉണ്ട്, പക്ഷേ പാനസോണിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഡ്യൂറാസെല്ല് തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് മേടിക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂറാസെല്ല് ഒരു ബാറ്ററിക്ക് 50 രൂപയാണ്. യൂഷ്വൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ 10 രൂപയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇത് മേടിച്ചിട്ടാനുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഇത് തീർന്നു പോകും. പക്ഷേ ഡ്യൂറാസെല്ല് ഇട്ട് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നിൽക്കും. അപ്പോൾ ഇത് വലിയ ലാഭമില്ലാത്ത ബാറ്ററി ആയതുകൊണ്ട് തന്നെ കടക്കാരൊക്കെ ഏറ്റവും താഴെ വെക്കുന്നുള്ളൂ. കണ്ടില്ലേ, ഒളിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ മുകളിലുള്ള ലാഭം കൂടുതലുള്ള ബാറ്ററികൾ വിറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ അവസാനം ഡ്യൂറാസെല്ല് കണ്ടുപിടിച്ചു. അങ്ങനെ അത് കട്ട് ചെയ്ത് ഒരെണ്ണം എടുക്കുകയാണ്. 50 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില. അപ്പോൾ ഇത്രയും കൂടുതൽ നമുക്ക് വേണ്ട. അപ്പോൾ അത് മേടിച്ചു. അപ്പോൾ 50 രൂപയിൽ നിന്ന് നമ്മൾ ഡിസ്കൗണ്ടൊക്കെ കഴിച്ച് നമ്മളുടെ മെമ്പർഷിപ്പ് കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് 47 രൂപയായി മാറി. അത് കഴിഞ്ഞ് എൻ്റെ ഒരു നമ്പറും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് 47 കിട്ടി. അപ്പോൾ ഒരു 3 രൂപ സേവിങ് ആയി. പിന്നെ അപ്പനാണെങ്കിൽ എന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കടയിലേക്ക്. അപ്പോൾ കടയിലേക്ക് ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ചാലക്കുടിയിലെ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഉരുളൻകിഴങ്ങും പിന്നെ വെളുത്തുള്ളിയാണ് മേടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സ്ഥിരം വരുന്ന കടയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി, അവർക്കറിയാം എന്തൊക്കെ എടുത്തിട്ട് തരണമെന്ന്. അപ്പോൾ അത് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തക്കാളി മേടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഉള്ളിലേക്കുള്ള മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തക്കാളി പറയാണ്. അപ്പോൾ ഒരു ബംഗാളിയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് പച്ച നോക്കി ഇടണേ എന്ന് പറഞ്ഞു. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ അപ്പൻ്റെ കടയിലെത്തി. അപ്പോൾ സാധനങ്ങൾ ഇറക്കി കൊടുക്കുകയാണ് ഞാൻ.